ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് ശേഷം ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടും. ഇന്നലെ ഞാൻ ഒരു വീഡിയോ ഇട്ടായിരുന്നു തമ്പനയിൽ ഉണ്ടാക്കണ എങ്ങനെയാണെന്നൊക്കെ. അപ്പോൾ അതിൽ വീഡിയോ എഡിറ്റിങ് കാണിച്ചിട്ടില്ല. അതാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ലെങ്ത്ത് കൂടുതലായ കാരണം ഞാൻ പാർട്ട് 2 ആക്കിയതാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കണ്ടാലേ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ മനസ്സിലാവുള്ളൂ. ഫുള്ളായിട്ട് കാണാൻ ശ്രദ്ധിക്കുക. ഇതിൽ യു കീബോർഡ് എന്ന് പറഞ്ഞിട്ടൊരു ആപ്ലിക്കേഷനിലാണ് മലയാളം ടൈപ്പ് ചെയ്യണത്. ഇതാണ് ആപ്ലിക്കേഷൻ യു കീബോർഡ് എന്നുള്ളത്. ഇതിലാണ് ഞാൻ മലയാളമൊക്കെ ടൈപ്പ് ചെയ്യണത്. നമ്മൾ മംഗ്ലീഷ് അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ മലയാളമായിട്ട് കാണിക്കും. അപ്പോൾ ഇതിൽ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നമുക്ക് ലാംഗ്വേജ് മലയാളം ആണെങ്കിൽ മലയാളം ആക്കി കൊടുക്കുക. ഏതാണ് നമുക്ക് ആവശ്യം എന്ന് വെച്ചാൽ അതാക്കി കൊടുക്കുക. അറബി ആണെങ്കിൽ അറബി, ഹിന്ദി ആണെങ്കിൽ ഹിന്ദി മലയാളമാക്കി കൊടുത്ത്. ഇനി വേറെ ഒന്നും ചെയ്യേണ്ട, ബാക്ക് അടിക്കുക. പിന്നെ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യണത് വിവ വീഡിയോ പ്രോ എന്ന് പറഞ്ഞിട്ട് ആപ്ലിക്കേഷനാണ്. ഇത് ഞാൻ പ്ലേ സ്റ്റോറിൽ നിന്നല്ല ഡൗൺലോഡ് ചെയ്തത്, വേറെ ഗൂഗിളിൽ നിന്നാണ്. അപ്പോൾ പ്ലേ സ്റ്റോറിൽ നിന്ന് നമ്മൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ അതിൽ അതിൻ്റെ വാട്ടർമാർക്ക് കാണിക്കാറുണ്ട്. വീഡിയോ ഒക്കെ സേവ് ചെയ്ത് കഴിയുമ്പോൾ അതിൽ വിവ വീഡിയോ എന്നൊക്കെ ഇങ്ങനെ കാണിക്കാറുണ്ട്. അപ്പോൾ അത് കാണിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഡൗൺലോഡ് ചെയ്തത്. ഇതിൽ ഓപ്ഷൻസും കൂടുതലുണ്ട്. മറ്റേതിലാവുമ്പോൾ അധികം ഓപ്ഷൻസ് ഒന്നുമില്ല. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇതും മലയാളത്തിൻ്റെ കീബോർഡിൻ്റെതും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ അത് ആവശ്യമുള്ളവർ ഡൗൺലോഡ് ചെയ്തെടുത്തോ. പിന്നെ ഇതിൽ നമ്മൾ ഫോട്ടോസൊക്കെ വീഡിയോസായിട്ട് കാണൂലേ, ഇപ്പോൾ ഒരു സ്ലൈഡ് ഷോ ആയിട്ട് വീഡിയോ ഒക്കെ കാണാൻ വേണ്ടിയിട്ട് ഇതിൽ ഈ സ്ലൈഡ് ഷോ എന്നുള്ളത് പ്രസ് ചെയ്യാം. വിവ വീഡിയോ പ്രോ ഓപ്പൺ ആക്കിയതിന് ശേഷം സ്ലൈഡ് ഷോ എന്നുള്ളത് ഓപ്പൺ ആക്കുക. എന്നിട്ട് നമുക്ക് ഏത് ഫോട്ടോ ആണ് ഇതിൽ ആവശ്യം നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യുക. ഫോട്ടോസ് ഇപ്പോൾ ഈ ഫോട്ടോ തന്നെ 2 പ്രാവശ്യം വേണമെന്നുണ്ടെങ്കിൽ 2 പ്രാവശ്യം ക്ലിക്ക് ചെയ്യുക. അതുപോലെ വേറെ ഫോട്ടോസൊക്കെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ നെക്സ്റ്റ് കാണുന്നതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഇതിലൊരു തീമായിട്ടാണ് വരിക. അപ്പോൾ ഈ തീം വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ തീം ഈ അടിയിൽ കാണുന്ന കുറേ ഫോട്ടോസൊക്കെ കണ്ടില്ലേ, അതിൽ ഈ ലെഫ്റ്റ് സൈഡിൽ അറ്റത്ത് നണ്ണ് എന്നുണ്ടാവും. അത് പ്രസ് ചെയ്താൽ ആ തീം നമ്മളെ വീഡിയോന്ന് പോകും. അപ്പോൾ നമ്മളെ വീഡിയോ മാത്രം കാണാൻ പറ്റും. അതല്ല നിങ്ങൾക്ക് തീം വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ ഇഷ്ടമുള്ള തീം നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഓരോന്ന് ക്ലിക്ക് ചെയ്താൽ ആ തീമായിട്ട് വരും, കണ്ടില്ലേ. അപ്പോൾ വേണ്ടാന്നുണ്ടെങ്കിൽ നണ്ണ് പ്രസ് ചെയ്യാം. പിന്നെ ഇതിൽ ഓപ്ഷൻ ഉള്ളത് മ്യൂസിക്കാണ്. ഞാനിപ്പോൾ കാണിക്കുന്നത് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്നത് മാത്രമാണ് കേട്ടോ. ഇതിലും കൂടുതൽ അറിവുള്ളവരുണ്ടാവും. അപ്പോൾ എന്നോട് ചോദിച്ചതുകൊണ്ടാണ് ഞാനിത് കാണിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ മ്യൂസിക് വേണമെന്നുണ്ടെങ്കിൽ മ്യൂസിക്കിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഈ ടാപ്പ് ടു ആഡ് മ്യൂസിക് എന്ന് കണ്ടില്ലേ, അതിൽ മൈ മ്യൂസിക് എന്ന് പറഞ്ഞിട്ട് ഇതിൽ ഇഷ്ടംപോലെ മ്യൂസിക്കുകൾ ഉണ്ടാവും. അപ്പോൾ ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ പ്രസ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ മ്യൂസിക് നമുക്ക് കേൾക്കാൻ പറ്റും. അപ്പോൾ ഇത് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഈ ആരോ കാണില്ലേ ഓറഞ്ച് കളറിൽ, അത് ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് അത് വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യുക. അപ്പോൾ അതിൽ വരും. പിന്നെ നമുക്ക് നമ്മളെ ഫോണിലത്തെ മ്യൂസിക്കാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇതിൽ മുകളിൽ മൈ മ്യൂസിക് ഡൗൺലോഡ് മൈ ലൈബ്രറി എന്നൊക്കെ കാണില്ലേ, അതിൽ മൈ ലൈബ്രറി എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതിൽ നമ്മളെ ഫോണിലുള്ളത് വരും. അതിൽ അതാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ പാട്ട് ഇതിൽ വരും. ഇനി പാട്ടിൻ്റെ സൗണ്ട് കൂട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ അറ്റത്ത് ലെഫ്റ്റ് സൈഡിൽ അറ്റത്തോട്ട് നീക്കി കൊടുത്താൽ സൗണ്ട് കൂടും. പിന്നെ നമ്മളുടെ വോയിസും വേണം മ്യൂസിക്കും വേണമെന്ന് വെച്ചാൽ ഈ മ്യൂസിക്കിൻ്റെ ഈ റൈറ്റ് സൈഡിലേക്ക് നീക്കിക്കൊണ്ടുവരാം. അപ്പം മ്യൂസിക്കിൻ്റെ സൗണ്ട് കുറയും, നമ്മുടെ വോയിസ് ഇങ്ങനെ ഇതായി നിൽക്കും. നമ്മുടെ സൗണ്ട് കൂടുതൽ കേൾക്കും, മ്യൂസിക് സൗണ്ട് കുറവിലും കേൾക്കും. ഇനിയിപ്പം മ്യൂസിക് കൂടുതൽ വേണം, നമ്മളെ സൗണ്ട് കുറവ് വേണമെന്നുണ്ടെങ്കിൽ ഈ അറ്റത്തോട്ട് നീക്കിക്കൊണ്ടുവരാം ലെഫ്റ്റ് സൈഡിലേക്ക്. മ്യൂസിക്കിൻ്റെത് അത്രേ ഉള്ളൂ. പിന്നെ ഞാൻ ചെയ്യാറുള്ളത് ഈ എഡിറ്റ് എടുക്കുക. ക്ലിപ്പൊക്കെ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എഡിറ്റ് എടുക്കുക. എന്നിട്ട് ക്ലിപ്പ് എഡിറ്റ് കൊടുക്കുക. അപ്പോൾ ഇത് ഫോട്ടോസ് വെച്ചിട്ട് നമ്മൾ വീഡിയോ ഉണ്ടാക്കുന്നതാണല്ലോ. അപ്പോൾ ഇതിൽ ബാക്കിയുള്ളതൊക്കെ ഇങ്ങനെ ബ്ലറായി കിടക്കുള്ളൂ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഇതിൽ നമുക്ക് ഡ്യൂറേഷൻ എന്ന് കാണുന്നത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഈ വീഡിയോൻ്റെ
ലെങ്ത്ത് കൂട്ടണോ കുറക്കണോ സ്ലോ മോഷൻ ആക്കണോ എന്നുള്ളതൊക്കെയാണ് അതിലുള്ളത്. അപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിലേക്ക് നീക്കിയിട്ടുണ്ടെങ്കിൽ 0.2 എന്നൊക്കെ ആക്കിയിട്ടുണ്ടെങ്കിൽ നല്ല സ്ലോ ആയിരിക്കുള്ളൂ. അതുപോലെ 10-ലേക്കൊക്കെ ആക്കിയിട്ടുണ്ടെങ്കിൽ നല്ല സ്പീഡിലായിരിക്കുള്ളൂ വീഡിയോ വർക്ക് ചെയ്യുക. അതിന് വേണ്ടിയിട്ടുള്ളതാണ് ആ ഓപ്ഷൻ. എന്നിട്ട് നമ്മൾ ഓക്കെ കൊടുത്തിട്ട് ഈ ടിക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് സേവ് ആവും. അങ്ങനെ സേവ് ആവും. സ്പീഡ് കൂടിയിട്ടാണെങ്കിൽ കൂടിയിട്ട് അങ്ങനെ. പിന്നെ ഈ ഡ്യൂപ്ലിക്കേറ്റ് എന്ന് കാണുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഒരു ക്ലിപ്പിൻ്റെ ഇതേപോലെ തന്നെ ഒരെണ്ണം കൂടെ വേണമെന്ന് വെച്ചാൽ ഈ ഡ്യൂപ്ലിക്കേറ്റ് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കണ്ടില്ലേ, ഇപ്പോൾ 3 എണ്ണമായിട്ട് ഒരെണ്ണം കൂടെ പ്രസ് ചെയ്യുക, അപ്പോൾ 4 എണ്ണമായി. അങ്ങനെ വേണ്ടിയിട്ടാണ്. അത് ബ്ലറ്. അത് നമുക്ക് ഇപ്പോൾ നേരെ എടുത്ത ഫോട്ടോ ഉണ്ടെങ്കിൽ ഇപ്പോൾ ചെരിച്ച് പിടിച്ചെടുക്കുമ്പോൾ നമുക്ക് ഈ സ്ക്രീനിൽ ഫുള്ളായിട്ട് ഫോട്ടോ ഉണ്ടാവും. അതുപോലെ നേരെയാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ 2 സൈഡിലും നമുക്ക് വേറെ ആയിട്ടേ കാണുള്ളൂ. അപ്പോൾ ഇതിൽ എല്ലാം ഇതേപോലത്തെ ഫോട്ടോ ആയതുകൊണ്ട് ഓപ്ഷൻ കാണിച്ചു തരാം. വീഡിയോ റെക്കോർഡ് കാണിക്കുമ്പോൾ അത് കാണിച്ചു തരാം. എന്നിട്ട് നമുക്ക് ഈ മുകളിലത്തെ ടിക്ക് കൊടുക്കാം. ഇനി ടെക്സ്റ്റ്. നമുക്ക് ഇതിലിപ്പോൾ ടെക്സ്റ്റ് എന്താണ് ടൈപ്പ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ടി എന്നുള്ളത്, ഈ ടെക്സ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഈ ടി എന്ന് കാണുമ്പോൾ പ്രസ് ചെയ്യുക. എന്നിട്ട് നമുക്ക് എന്താണ് ഇവിടെ ടൈപ്പ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പ്ലീസ് ടൈറ്റിൽ ഹിയർ എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്യണം. അതിന് മുന്നേ നമുക്ക് ഏതെങ്കിലും തീം ഇതുപോലെ വേണമെന്നുണ്ടെങ്കിൽ ഓരോന്നും നമുക്ക് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതേപോലെ വരും നമ്മൾ ടൈപ്പ് ചെയ്യണത്. പിന്നെ ഫോണ്ടൊക്കെ നമുക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ ഇതിൽ ഓരോന്നുണ്ട് ഓപ്ഷൻസ്. നമുക്ക് ഇഷ്ടമുള്ള ഫോണ്ടാക്കി കൊടുക്കുക. ഇത് ആക്കുമ്പോൾ കുറച്ച് കട്ടിയിൽ വരും അങ്ങനെ. പിന്നെ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടെക്സ്റ്റിൻ്റെ കളറ് മാറ്റാനാണ്. ഇപ്പോൾ യെല്ലോ ഞെക്കിയിട്ടുണ്ടെങ്കിൽ ടെക്സ്റ്റിൻ്റെ കളറ് അതായിട്ട് വരും. പിന്നെ ഈ സെറ്റിങ്സിൽ ഞാൻ ഉപയോഗിക്കാറുള്ളത് ഈ ടെക്സ്റ്റ് അലൈൻമെൻറ്റ്സ് എന്നുള്ളതാണ്. അത് ഈ ലെഫ്റ്റ് സൈഡിലേക്ക് നീങ്ങിയിട്ടാണ് നമ്മൾ എഴുതണത് വേണ്ടതെന്നുണ്ടെങ്കിൽ അങ്ങനെ വരും. പിന്നെ സെൻറ്ററിൽ വേണമെന്നുണ്ടെങ്കിൽ ഈ സെൻറ്ററിലുള്ളത് ക്ലിക്ക് ചെയ്യുക. റൈറ്റ് സൈഡിലാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ റൈറ്റ് സൈഡിലേക്കുള്ളത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഈ മുകളിലത്തെ ടിക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതും ഓക്കെ ആവും. അപ്പോൾ ഇതിൽ ഈ ടെക്സ്റ്റ് എന്നുള്ളതിൽ ഈ ടി എന്ന് കാണുന്നത് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എഴുത്ത് മാത്രം കാണിക്കുള്ളൂ. അതിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റിയത്. ഇതിൽ ഓരോന്നൊക്കെ ക്ലിക്ക് ചെയ്താൽ അതേപോലെയൊക്കെ വരും. അപ്പോൾ അതൊന്നും വേണ്ടാന്നുണ്ടെങ്കിൽ ഈ കളർ എന്ന് കാണുന്നിടത്ത് ഞെക്കുക. എന്നിട്ട് ഈ ടി പ്രസ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ എന്താണെന്ന് വെച്ചാൽ അടിച്ചു കൊടുക്കുക പുട്ട്. ഇപ്പം ഇതിൽ മലയാളം കീബോർഡ് ആക്കിയത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ താഴത്ത് വലത്തേ സൈഡിൽ കാണുന്ന കീബോർഡിൻ്റെ ഈ ഇത് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിൽ നമുക്ക് വരും നമ്മുടെ ഫോണിലുള്ള ഓപ്ഷൻസ്. കീബോർഡ് അതാക്കുമ്പോൾ ഇങ്ങനെ ഇംഗ്ലീഷിലുള്ളത് വരും. പിന്നെ യു കീബോർഡ് മലയാളം വേണമെന്നുണ്ടെങ്കിൽ യു കീബോർഡ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ മലയാളം വരും. അപ്പോൾ നമ്മളിപ്പോൾ മംഗ്ലീഷിൽ തന്നെ അടിച്ചു കൊടുത്താൽ ഇവിടെ ഇങ്ങനെ എഴുതി കാണിക്കും പുട്ട്. അപ്പോൾ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ സ്പേസ് അടിച്ചാൽ ആയ മലയാളം അവിടെ വരും. അപ്പോൾ ഇനി ഇത് ഫോണ്ട് മാറ്റണം എന്നുണ്ടെങ്കിൽ എ എന്നുള്ളത് പ്രസ് ചെയ്യുക. നമുക്ക് ഇഷ്ടമുള്ള ഫോണ്ടാക്കുക. കളർ മാറ്റണം എന്നുണ്ടെങ്കിൽ കളറാക്കുക. എന്നിട്ട് പിന്നെ ഈ എഴുതിയേക്കണത് നമുക്ക് വലുതാക്കണം എന്നുണ്ടെങ്കിൽ ഈ എഴുതിയേക്കണതിൻ്റെ അടിയിൽ ഒരു ഏരോ കണ്ടില്ല, അത് പിടിച്ച് ഇങ്ങനെ വലിച്ചിട്ടുണ്ടെങ്കിൽ വലുതാവും. പിന്നെ അതിങ്ങനെ ചെരിച്ചിട്ടുണ്ടെങ്കിൽ ചെരിയും. അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ ഈ ഇതിൻ്റെ ഉള്ളിൽ ഞെക്കി പിടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീക്കാൻ നമുക്ക് പറ്റും. അപ്പോൾ അതാണ് ടെക്സ്റ്റ്. എന്നിട്ട് നമുക്ക് ഈ മുകളിലത്തെ ടിക്ക് കൊടുക്കണം. ഇപ്പോൾ ഇതിങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കണമെന്ന് വെച്ചാൽ നമ്മൾ എത്രയും ഭാഗത്താണ് ഈ ടെക്സ്റ്റ് വേണ്ടതെന്നുള്ളതാണ് ആ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുറച്ച് ഭാഗത്ത് മാത്രം മതി എന്നുണ്ടെങ്കിൽ സേവ് ചെയ്യണേക്കുമ്പോൾ തന്നെ ഇങ്ങോട്ട് നീക്കുക. ഇപ്പോൾ കുറച്ച് സ്ഥലത്ത് ഈ പുട്ടിൻ്റെ ഭാഗത്ത് മാത്രം മതി എന്നുണ്ടെങ്കിൽ പുട്ടിൻ്റെ ഫോട്ടോ കാണുന്നിടത്ത് വരെ ഇങ്ങനെ നീക്കി കൊടുക്കുക ഈ വിരൽ വെച്ചിട്ട്. എന്നിട്ട് ഈ താഴത്ത് കാണുന്ന ഒരു ടിക്ക് ഉണ്ടല്ലോ വൈറ്റ് കളർ റൗണ്ടിൻ്റെ ഉള്ളിൽ, അത് പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ പുട്ടിൻ്റെ ഭാഗത്ത് വരെ പുട്ടെന്നുള്ളത് ഇങ്ങനെ എഴുതി കാണിക്കും. കണ്ടില്ലേ? ഇനിയിപ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്ത് ഇതൊക്കെ ആക്കി കഴിഞ്ഞതിന് ശേഷം നമുക്കിത് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ
നമുക്ക് ഈ പുട്ട് എന്ന് എഴുതിയേക്കണമ്മ പ്രസ് ചെയ്യുക. അപ്പോൾ അവിടെ ഇങ്ങനെ വരും, കണ്ടില്ലേ? ഇപ്പോൾ ഇത് ഇങ്ങോട്ട് കുറച്ചും കൂടെ നീക്കണം എന്നുണ്ടെങ്കിൽ ഈ അറ്റത്തുള്ള ലൈൻ പിടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കിയാൽ മതി. പിന്നെ ഇത് ഈ എഴുതിയത് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ എഴുതിയതിൻ്റെ മുകളിൽ കണ്ടില്ലേ ഒരു പെൻസിലിൻ്റെ ചിഹ്നം, അത് പ്രസ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ആദ്യം എടുത്ത പോലെ തന്നെ ഇങ്ങനെ വരും. എന്നിട്ട് പിന്നെ ഈ മുകളിലത്തെ ടിക്ക് കൊടുത്താൽ അതേപോലെ സേവ് ആവും. ഇനി നമുക്ക് അടുത്ത ടെക്സ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എവിടെയെന്ന് വെച്ചാൽ ഇങ്ങനെ ഇതുമ്മേൽ ഇങ്ങനെ നീക്കിയാൽ മതി. നീക്കിയിട്ട് ടെക്സ്റ്റ് പിന്നെ ടി എന്നുള്ളത് പ്രസ് ചെയ്യുക. നമുക്ക് എന്താ കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ അവിടെ ഇങ്ങനെ അടിച്ചു കൊടുക്കുക. ഓക്കെ കൊടുക്കുക. വലുതാക്കണമെങ്കിൽ വലുതാക്കുക, കളറ് മാറ്റണമെങ്കിൽ കളറ് മാറ്റുക. ഇതുപോലെ മാറ്റിക്കൊടുക്കുക. മുകളിലത്തെ ടിക്ക് കൊടുക്കുക. എന്നിട്ട് എവിടെ വരെ എന്ന് വെച്ചാൽ അത്രയും ഭാഗത്തോട്ട് ആക്കി കൊടുത്തിട്ട് ഈ താഴെ കാണുന്ന ടിക്ക് ചെയ്യുക. ഓക്കെ കൊടുക്കുക. അതാണ് ടെക്സ്റ്റ്. പിന്നെ ഉള്ളത് ഫിൽറ്ററാണ്. ഇതൊന്നും ഞാൻ ചെയ്യാറില്ല, പറഞ്ഞു തരാം. നമുക്കിങ്ങനെ ഒരേ കളറൊക്കെ മാറ്റണം എന്നുണ്ടെങ്കിൽ കണ്ടില്ലേ, ഓരോ ക്ലിപ്പിന് ഓരോ കളറൊക്കെ മാറ്റണം എന്നുണ്ടെങ്കിൽ ചെയ്യാനുള്ളതാണ്. എന്നിട്ട് മുകളിലത്തെ ടിക്ക് കൊടുക്കുക അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ. പിന്നെ ഉള്ളത് സ്റ്റിക്കർ നമുക്ക് ഈ താഴെ കാണുന്ന പ്ലസ് ഞെക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള സ്റ്റിക്കർ ഇതിൽ വരും, കണ്ടില്ലേ? ഇതേപോലെ നമുക്ക് ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വരും. അതിനുള്ള ഓപ്ഷനാണ്. അതൊന്നും ഞാൻ യൂസ് ചെയ്യാറില്ല കേട്ടോ. പിന്നെ ഉള്ളത് എഫക്ട്സ്. അതും ഇതേപോലെ ഇങ്ങനെ ഓരോ ഇത് ആഡ് ചെയ്ത് കൊടുക്കാനുള്ളതാണ്. നമ്മളിങ്ങനെ ഓരോന്ന് പ്രസ് ചെയ്താൽ അതിന് വരും. എന്നിട്ട് ഈ ടിക്ക് കൊടുത്താൽ അത് സേവ് ആവും, കണ്ട അതുപോലെ വരും. എന്നിട്ട് ഈ മുകളിലത്തെ ടിക്ക് കൊടുത്താൽ അതും സേവ് ആവും. പിന്നെ മൾട്ടി മ്യൂസിക് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു മ്യൂസിക് കൊടുത്ത് അത് അത്ര വേണ്ടാന്ന് വിചാരിക്കുക. ഇത് ഫുള്ളായിട്ട് ആ മ്യൂസിക് വേണ്ട, ഇപ്പുറത്ത് വേറെ മ്യൂസിക് വേണമെന്നുണ്ടെങ്കിൽ അത് ഇങ്ങോട്ട് വലിച്ചുകൊണ്ട് വരാം. എന്നിട്ട് നമുക്ക് ഇപ്പുറത്ത് ടിക്ക് കൊടുക്കുക. എന്നിട്ട് പിന്നെ നമുക്ക് വേറെ മ്യൂസിക് വേണമെന്നുള്ളിടത്തേക്ക് നീക്കിയിട്ട് ഈ താഴെ കാണുന്ന ഈ പ്ലസ് ഉണ്ടല്ലോ മ്യൂസിക്കിൻ്റെ ചിഹ്നമുള്ളത്, അത് പ്രസ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള മ്യൂസിക് ഏതാണെന്ന് വെച്ചാൽ ആഡ് ചെയ്ത് കൊടുക്കുക. അതെന്തോരം ഭാഗത്ത് വേണമെന്ന് വെച്ചാൽ ടിക്ക് ചെയ്ത് കൊടുക്കുക, താഴത്തെ ടിക്ക് കൊടുക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം ചെയ്ത മ്യൂസിക്കും ഇവിടെ നമ്മൾ രണ്ടാമത് ഇട്ട് കൊടുത്ത മ്യൂസിക്കും വരും. ഇതേപോലെ നമുക്ക് ഇപ്പുറത്തും വേറെ മ്യൂസിക് വേണമെന്നുണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന മ്യൂസിക് ക്ലിക്ക് ചെയ്യുക. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമുക്കിപ്പോൾ നമ്മൾ സംസാരിക്കുന്നതും സംസാരിക്കാത്ത സ്ഥലത്ത് മ്യൂസിക്കും വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണത്. എന്നിട്ട് ഈ മുകളിലത്തെ ടിക്ക് കൊടുത്താൽ അതങ്ങനെ സേവ് ആവും. പിന്നെ ഈ സൗണ്ട് എന്ന് പറഞ്ഞാൽ സൗണ്ട് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ വരും, മൈക്കിൻ്റെ ഇതുള്ളത് വരും. അപ്പോൾ ഇത് ഇങ്ങനെ ഞെക്കി പിടിക്കുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് വീഡിയോ എടുക്കുമ്പോൾ സൗണ്ട് കൊടുക്കാൻ പറ്റില്ല എന്ന് വിചാരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് സൗണ്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ചെയ്യണമെങ്കിൽ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ ഇതിൽ സൗണ്ട് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ഈ മൈക്ക് ഞെക്കി പിടിക്കുക. ഇതിപ്പോൾ സ്ക്രീൻ റെക്കോർഡ് ആവണ കാരണം അത് ഞെക്കി പിടിക്കാൻ പറ്റണില്ല. അപ്പോൾ ഞെക്കി പിടിച്ചിട്ട് നമുക്ക് സംസാരിച്ചാൽ അത് അതിൽ സേവ് ആവും. അപ്പോൾ നമുക്ക് വർത്താനം പറഞ്ഞിട്ട് നമുക്കത് റെക്കോർഡ് ചെയ്യാം. എന്നിട്ട് ഈ മുകളിലത്തെ ടിക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഇപ്പോൾ ഒരു റെസിപ്പി പറയുന്നുണ്ടെങ്കിൽ നമുക്ക് എവിടെയാണ് പറയേണ്ടതെന്ന് വെച്ചാൽ അവിടെ കൊണ്ടുപോയിട്ട് ഇപ്പോൾ ഇവിടെ നിന്നാണെന്നുണ്ടെങ്കിൽ ഇതിങ്ങോട്ട് നീക്കണം. എന്നിട്ട് മൈക്കിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്ത് പിടിക്കുക. എന്നിട്ട് നമുക്ക് പറയാം. എന്നിട്ട് തീരുമ്പോൾ ആ കൈ എടുക്കുക അതുമെന്ന്. അപ്പോൾ അത്രയും ഭാഗത്ത് നമ്മളെ വോയിസ് വരും. എന്നിട്ട് ഈ മുകളിലത്തെ ടിക്ക് കൊടുത്താൽ മതി. അങ്ങനെയാണ് മ്യൂസിക് കൊടുക്കുന്നത്. പിന്നെ ഇതിൽ വേറൊന്നും ഞാൻ യൂസ് ചെയ്യാറില്ല. എന്നിട്ട് പിന്നെ ഈ ഷെയർ കൊടുക്കുക, എക്സ്പോർട്ട് ടു ഗാലറി, നമ്മൾ ഫോണിലേക്ക് സേവ് ചെയ്യാണ്. അപ്പോൾ ഈ ഹൈ സ്പീഡല്ല, ക്വാളിറ്റിയാണ് ഈ ചോദിക്കുന്നത്, നോർമൽ ഹൈ. അപ്പോൾ നമുക്ക് ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് കൊടുക്കുക, ഹൈ കൊടുക്കുക. അപ്പോൾ നല്ല ക്ലാരിറ്റിയിൽ കിട്ടും. അങ്ങനെയാണ് അപ്പോൾ അത് ചെയ്യണത്. ഇപ്പോൾ ഫോട്ടോ വെച്ചിട്ടുള്ളതാണ് ഞാൻ ഈ കാണിച്ചത്. നമുക്ക് വീഡിയോയും അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്.
വീഡിയോ ചെയ്യാനായിട്ട് നമ്മൾ ഫോട്ടോ വീഡിയോ ആക്കാൻ വേണ്ടിയിട്ട് സ്ലൈഡ് ഷോ എടുത്ത് നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ എഡിറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. എഡിറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഏത് വീഡിയോ ആണ് ഇതിൽ വേണ്ടതെന്ന് വെച്ചാൽ അത് നമുക്ക് സെലക്ട് ചെയ്യാം. ഏത് വീഡിയോ ആണ് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യുക. ഇതിപ്പോൾ ഇത്രയും വേണ്ടാന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ നീക്കിക്കൊണ്ടുവന്നാൽ നമുക്ക് അത്രയും ഭാഗം സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഒരു ക്ലിപ്പ് മാത്രം ഇതിലേക്ക് മതി എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആക്കിയിട്ട് നമുക്ക് ആഡ് കൊടുത്താൽ മതി. ഇതിൽ തന്നെ 2-3 ക്ലിപ്പ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ഫസ്റ്റത്തെ സെലക്ട് ചെയ്തതിന് ശേഷം ഈ കത്രിക പോലത്തെ കാണുന്നില്ലേ അത് ക്ലിക്ക് ചെയ്യുക. ഇനി അടുത്ത ക്ലിപ്പ് ഇതിൽ നിന്ന് തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇങ്ങനെ നീക്കിക്കൊണ്ടുവരിക. ഈ കത്രിക പോലത്തെ കാണുന്നത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതിൽ കണ്ടില്ലേ ആഡ് 2 എന്ന് കാണുന്നത് കണ്ടില്ലേ അത് ആഡ് ചെയ്യുക. അപ്പോൾ ആ 2 ക്ലിപ്പ് ഇതിൽ വരും. എന്നിട്ട് നമുക്ക് വേറെ വീഡിയോ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബാക്ക് പോവുക. എന്നിട്ട് നമുക്ക് വീഡിയോ സെലക്ട് ചെയ്യുക, ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇതിൽ നിന്ന് നമുക്ക് കുറച്ച് മതി എന്നുണ്ടെങ്കിൽ അത്രയും ഭാഗം വെച്ചിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് കത്രിക പോലത്തത് പ്രസ് ചെയ്യുക. അപ്പോൾ ഇതിൽ ആഡ് 1 എന്നുണ്ടല്ലേ, ഒരു ക്ലിപ്പ് ആഡ് ആയെന്നാണ്. അപ്പോൾ ഇനി അടുത്ത ക്ലിപ്പ് വേണമെന്നുണ്ടെങ്കിൽ എവിടെയെന്ന് വെച്ചാൽ അവിടെ കൊണ്ടുവയ്ക്കുക. ഇങ്ങനെ കത്രിക ഉള്ള ചിഹ്നം പ്രസ് ചെയ്യുക. ആഡ് 2 കണ്ടില്ലേ, ഇപ്പോൾ 2 ക്ലിപ്പ് ഇതിൽ ആഡ് ആയിട്ടുണ്ട്. അത് ആഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിൽ വരും. ഇനി വേറെ വീഡിയോ ഒന്നും വേണ്ടാന്നുണ്ടെങ്കിൽ നമ്മൾ നെക്സ്റ്റ് അടിക്കുക. നെക്സ്റ്റ് അടിക്കുമ്പോൾ നമ്മൾ ഫോട്ടോ എഡിറ്റ് ചെയ്യുന്ന പോലെ തന്നെ ഇതിൽ എല്ലാ ഓപ്ഷനും വരും. അപ്പോൾ വീഡിയോയിൽ തീമൊന്നും വേണ്ടാന്നുണ്ടെങ്കിൽ നണ്ണ് കൊടുക്കുക. പിന്നെ ഇതിൽ ഞാൻ മറ്റേ മ്യൂസിക്കും ഇതൊക്കെ നേരത്തെ കാണിച്ച പോലെ തന്നെയാണ്. ഇതിൽ എഡിറ്റ് എടുക്കുക, ക്ലിപ്പ് എഡിറ്റ് എടുക്കുക. ഇപ്പം നമുക്ക് വീഡിയോ സ്ലോ മോഷനിൽ വേണമെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ക്ലിപ്പ് സ്പീഡ് എടുത്തിട്ട് ഈ കാല് എന്ന് കാണുന്നില്ലേ അതിലാക്കിയിട്ടുണ്ടെങ്കിൽ നല്ല സ്ലോ ആയിട്ട് കാണും. മനസ്സിലായി? ഇപ്പോൾ ഓടണതൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ സ്ലോയിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ സ്ലോയിൽ ഇങ്ങനെ ഓടണ പോലെ ആവും. അതുപോലെ ഈ സ്പീഡിലാണെന്നുണ്ടെങ്കിൽ സ്പീഡിൽ ഇങ്ങനെ ആവും. അപ്പോൾ ഓക്കെ കൊടുക്കുക എങ്ങനെയാണെന്ന് വെച്ചാൽ. പിന്നെ നമുക്ക് മ്യൂട്ട് എന്ന് കാണുന്നത് ഇപ്പോൾ നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പോൾ അതും സൗണ്ടൊക്കെ ഉണ്ടാവും. ആ സൗണ്ടൊക്കെ കളയാൻ വേണ്ടിയിട്ട് ഏത് ക്ലിപ്പിലാണ് സൗണ്ട് വേണ്ടാത്തതെന്ന് വെച്ചാൽ മ്യൂട്ട് അമർത്താം. അപ്പോൾ അതിൽ സൗണ്ട് ഉണ്ടാവില്ല. പിന്നെ നമ്മൾ സൗണ്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ സൗണ്ടിൽ എഡിറ്റിൽ സൗണ്ട് എടുത്താൽ മതി. അതിൽ നമുക്ക് റെക്കോർഡ് ചെയ്യാം. പിന്നെ ഇതിൽ ട്രിം എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഇതിൽ ഏതെങ്കിലും ഭാഗം കളയണം എന്ന് വിചാരിക്കുക. അപ്പോൾ അവിടെ വരെ കൊണ്ടുവച്ചിട്ട് ഇത് ഓക്കെ കൊടുത്താൽ മതി. അപ്പോൾ അത്രയും ഭാഗം ട്രിം ആവും. പിന്നെ ഇതിൽ സ്പ്ലിറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അതെടുത്തിട്ട് നമുക്ക് സ്പ്ലിറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും വെച്ചിട്ട് നമുക്കിത് രണ്ടാക്കണം എന്ന് വിചാരിക്കും ഈ ക്ലിപ്പ്. അപ്പോൾ അത് എവിടെയെന്ന് വെച്ചാൽ അവിടെ കൊണ്ടുവന്ന് ഈ കത്രിക പോലത്തെ കാണുന്നത് വെച്ചിട്ട് ഓക്കെ കൊടുക്കുക. അപ്പോൾ അത് സ്പ്ലിറ്റ് ആയി കിട്ടും. കണ്ടില്ലേ? അപ്പോൾ പിന്നെ ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനെ ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ഇട്ടാൻ വേണ്ടിയിട്ട് ഡ്യൂപ്ലിക്കേറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ അതിൻ്റെ ഒരു കോപ്പിയും കൂടെ ഇവിടെ വരും. പിന്നെ ഇതിൽ റിവേഴ്സ് ഉണ്ട്. അത് നമുക്ക് റിവേഴ്സ് പോകണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഇപ്പോൾ റിവേഴ്സ് ഓടണ വീഡിയോ ഒക്കെ ആണെങ്കിൽ നമുക്ക് റിവേഴ്സ് പോകണമെന്നുണ്ടെങ്കിൽ ഈ റിവേഴ്സ് ക്ലിക്ക് ചെയ്തിട്ട് ഓക്കെ കൊടുത്താൽ മതി. ഈ ബ്ലർ ഓഫും ഓണും എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ നേരെ എടുത്ത വീഡിയോ ഒക്കെ എഴുതുന്നുണ്ടെങ്കിൽ ഇതിൽ സ്ക്രീനിൽ ഫുള്ളായിട്ട് കാണൂല, നമുക്ക് നേരായിട്ട് കാണുള്ളൂ. അപ്പോൾ അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ആ വീഡിയോൻ്റെ ഇങ്ങനെ ബ്ലറായിട്ട് ഇങ്ങനെ കാണാൻ പറ്റും. അത് ഓഫാക്കാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷനാണിത്. ഇതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ ആ സൈഡിലൊന്നും ഉണ്ടാവില്ല, ബ്ലർ ഓഫാവും. അതിനുള്ളതാണ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ഈ മുകളിലത്തെ ടിക്ക് കൊടുത്താൽ ആ വീഡിയോ ഇപ്പോൾ നമ്മൾ സെറ്റ് ചെയ്ത പോലെ ആയി കിട്ടും. പിന്നെ മ്യൂസിക്കൊക്കെ കൊടുക്കണത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. അപ്പോൾ അതിലൊന്നും വ്യത്യാസമില്ല. ഇതിൽ പിന്നെ എഡിറ്റാണ് ഞാൻ കാണിക്കാത്തതുണ്ടായിരുന്ന വീഡിയോയിൽ. മറ്റേ ഫോട്ടോയിൽ അത്ര ഓപ്ഷൻസ് വന്നില്ല. അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കണ്. ഇന്ന് ഞാൻ ചെയ്യാൻ പോണത് കുക്കിംഗ് വീഡിയോ അല്ല. പിന്നെ സേവ് ചെയ്യണതും നേരത്തെ കാണിച്ച പോലെ തന്നെയാണ്. ഷെയർ മുകളിൽ റൈറ്റ് സൈഡിൽ ഷെയർ ഉണ്ടാവും, അത് കൊടുക്കുക. എന്നിട്ട് പിന്നെ എക്സ്പോർട്ട് ടു ഗാലറി എന്ന് പറഞ്ഞിട്ട് വരും. അത് ക്ലിക്ക് ചെയ്താൽ ഹൈ നോർമൽ എന്ന് വരും. പിന്നെ ഇനി നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്യണതിൻ്റെ ഇടയ്ക്ക് ബാക്ക് അടിച്ച് പോയി എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ പിന്നെ നമുക്ക് എഡിറ്റ് ചെയ്താൽ മതി എന്ന് വിചാരിക്കുക. അപ്പോൾ ഇതിൽ അത് ഡിലീറ്റ് ആയി പോവൊന്നുമില്ല. നമുക്ക് ഈ വിവ വീഡിയോ ഓപ്പൺ ആക്കുമ്പോൾ അതിലുണ്ടാവും സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ. കണ്ടില്ലേ? ഈ സ്റ്റുഡിയോ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ഉണ്ടാവും നമ്മൾ ചെയ്ത വീഡിയോ.
ഏതാണ് വർക്ക് ചെയ്തതെന്ന് വെച്ചാൽ. അപ്പോൾ അത് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് രണ്ടാമത് അത് എഡിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ബാക്ക് അടിച്ചെന്ന് വിചാരിച്ചിട്ട് അത് ഫോണിൽ നിന്ന് പോകുമൊന്നുമില്ല. നമ്മൾ കഷ്ടപ്പെട്ട് ചെയ്ത് പോയി എന്നുള്ളൊരിത് വേണ്ട. നമ്മൾ ചെയ്ത വീഡിയോസൊക്കെ ഇതിലുണ്ടാവും. സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനിലുണ്ടാവും. അപ്പോൾ ഇത്രയാണ് എൻ്റെ വീഡിയോ എഡിറ്റ് ചെയ്യണ കാര്യങ്ങൾ. അത് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ എഡിറ്റ് ചെയ്യണ രീതിയാണ് കേട്ടോ ഞാൻ കാണിച്ചത്. ഇതിലും കൂടുതൽ ഓപ്ഷൻസൊക്കെ ഇതിലുണ്ടാവും. അപ്പോൾ അതറിയണവർ വിചാരിക്കും ഇതാണോ ഇപ്പം ഇത്ര വലിയ കാര്യമായിട്ടുള്ള കാണിക്കണതെന്ന്. അപ്പോൾ എനിക്കറിയണത് എന്നോട് ചോദിച്ചതുകൊണ്ട് മാത്രം ഞാനിത് അപ്ലോഡ് ചെയ്തതാണ്. അപ്പോൾ വീഡിയോയിൽ ഞാൻ എഡിറ്റ് ചെയ്യണ അത്രേ ഉള്ളൂ. പിന്നെ ഞാൻ ഇടയ്ക്ക് ചെയ്യാറുള്ളത് കൈൻ മാസ്റ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ആപ്ലിക്കേഷനിലാണ്. ഈ മുകളിൽ വലത്തെ സൈഡിൽ കിടക്കണില്ലേ കൈൻ മാസ്റ്റർ എന്ന് പറഞ്ഞിട്ട്, അതിലായിരിക്കുള്ളൂ വിവാനയിലും കൂടുതൽ ക്ലാരിറ്റിയും പിന്നെ കുറേ ഓപ്ഷൻസൊക്കെ ഉണ്ട്. പക്ഷേ എനിക്കതിൽ വഴങ്ങാത്ത കാരണം ഞാനിതിലാണ് ചെയ്യാറ്. പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കതായിരിക്കും ഏറ്റവും നല്ലത്. വിവേ നല്ലത് തന്നെയാണ്. അപ്പോൾ ഇതിലാണ് കൂടുതൽ നല്ലത്. ഇതിൽ ഞാൻ അങ്ങനെ ചെയ്യാറില്ല. ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നല്ലാതെ. അതുകൊണ്ട് ഞാനിപ്പോൾ അത് കാണിക്കണില്ല. ഞാൻ ഇതിൻ്റെ ലിങ്ക് വാട്ടർമാർക്ക് ഇല്ലാണ്ട് കിട്ടുന്ന ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അപ്പോൾ അത് നിങ്ങൾ ഡൗൺലോഡ് അറിയുന്നവരാണെങ്കിൽ ഡൗൺലോഡ് ചെയ്തിട്ട് അതിൽ ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ അതിൽ ചെയ്യാം. അപ്പോൾ ഇത്രേ ഉള്ളൂ ഞാൻ എഡിറ്റ് ചെയ്യണ കാര്യങ്ങൾ. ഞാൻ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ഉപകാരം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്യണം. പിന്നെ ഞാൻ ഒരു പുതിയ ചാനൽ തുടങ്ങിയിട്ടുണ്ട്. ഈസി ആർട്ട് ആൻഡ് ക്രാഫ്റ്റ്സ് എന്നാണ് ആ ചാനലിൻ്റെ പേര്. അപ്പോൾ അതും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യണം. അപ്പോൾ ഞാൻ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് വരും. അപ്പോൾ അത് ക്ലിക്ക് ചെയ്താൽ ആ വീഡിയോ കാണാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ എൻ്റെ ചാനൽ എടുത്താലേ നിങ്ങൾക്ക് വീഡിയോ കാണാൻ പറ്റും.